ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ നമ്മുടെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.hscap.kerala.gov.in എന്ന സൈറ്റിൽ കയറുക, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വ്യക്തമായിട്ട് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് സാർ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. +1 നിങ്ങൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അടിപൊളി ഒരു ബാച്ച് നമ്മുടെ എക്സാമിനറിൽ അവൈലബിൾ ആണ്. സയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സിലൂടെ നമുക്ക് +1 ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ +2 ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. 1200 മാർക്ക് വാങ്ങിയവരുടെയും അതുപോലെ തന്നെ ഫുൾ A+ വാങ്ങിയവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരു വിജയത്തിന് പിന്നിൽ എക്സാമിനറിനും ഭാഗമാകാൻ കഴിഞ്ഞു എന്നറിഞ്ഞ ഒരുപാട് സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കാണുക. അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ +1 +2 ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പറയുന്നതിനേക്കാൾ വൃത്തിയായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂസ് എല്ലാവരും കാണുക, എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൊമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യെസ്, ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് 2025 ജൂൺ 3 രാവിലെ 10 മണി മുതൽ പ്രവേശനം ആരംഭിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ തീർച്ചയായിട്ടും അവരുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എന്നാണ് സ്കൂളിൽ ഹാജരാകേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ജൂൺ 3 അതായത് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ജൂൺ 2 ആണ്. നാളെ ജൂൺ 3 മുതൽ രാവിലെ 10 മണി മുതൽ അഡ്മിഷൻ എന്ത് ചെയ്യും, ആരംഭിക്കും. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഏതാണോ ദിവസം ആ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹാജരാവണം. ഓക്കെ, പിന്നെ കാൻഡിഡേറ്റ് ലോഗിനിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രസ്തുത പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് രക്ഷിതാവിനോടൊപ്പം, നോട്ട് ദ പോയിന്റ്, രക്ഷിതാവിനോടൊപ്പം ഒറ്റക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല, പേരൻസ് ഉണ്ടാവണം. ഓക്കെ, ഹാജരാകണം. ഓക്കെ, അലോട്ട്മെൻറ്റ് ലെറ്റർ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിൻ്റ് എടുത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് കഫേയിലോ അക്ഷയയിലോ പോയി വരി നിന്നിട്ട് വരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ആദ്യ അലോട്ട്മെൻറ്റിൽ 1ാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ, 1ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വേറെ വഴിയൊന്നുമില്ല മക്കളെ, ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഫീസ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് പ്രവേശന സമയത്ത് അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം സ്കൂളിൽ കൊടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ഓക്കെ, പിന്നെ മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം. അതായത് 1ാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവിടെ സ്ഥിരമായിട്ട് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. 2, 3, 4 അതിന് ശേഷമുള്ള ഏതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ചേരാം, അല്ലെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാം. ഓക്കെ, താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടക്കേണ്ടതില്ല. നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ ഫീസ് ഒന്നും അടക്കേണ്ടതില്ല. ഓക്കെ, പിന്നെ യെസ്, താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത്. ഓക്കെ, അതായത് ഉയർന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ റദ്ദ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, 4ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, 3ാമത്തെ ഓപ്ഷൻ എനിക്ക് വേണ്ട, അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ നല്ലവണ്ണം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലല്ല കിട്ടിയതെങ്കിലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, താൽക്കാലിക അഡ്മിഷൻ എടുക്കണം. അങ്ങനെ താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾ എടുത്തില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടൂല. ആദ്യ അലോട്ട്മെൻറ്റിൽ ഇടം നേടാത്തവർ അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായി കാത്തിരിക്കുക. ആദ്യ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് എഴുതി കാണിച്ചെങ്കിൽ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് സീറ്റുകൾ ബാക്കിയാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോയും ഷമീം സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, നിരന്തരം വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ
യെസ്, വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ആ സമയത്ത് തന്നെ പോകണം. നിങ്ങളോട് അലോട്ട്മെന്റ് ലെറ്ററിൽ ഏതാണോ സമയം ഹാജരാകാൻ പറഞ്ഞ സമയം, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, പോവുക. പിന്നെ അലോട്ട്മെന്റ് ലെറ്ററിന്റെ 1-ാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന 2ാം ഭാഷയും രേഖപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിട്ടുണ്ടാവണം. സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്ന് അപ്പോൾ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. നല്ലോണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. പിന്നെ അലോട്ട്മെന്റ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടതെന്നുള്ള അതും എന്ത് ചെയ്യുക, ഒന്ന് കൂടെ കരുതുക. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതുപോലെ TC വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കണം. അസൽ, ഓക്കെ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുപോകണം. അതായത് നിങ്ങൾ ആ പഞ്ചായത്തുകാരനാണ് തെളിയിക്കുന്ന രേഖ. അതൊക്കെ SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ അത് മതി. ഓക്കെ, അതല്ല നിങ്ങളുടെ അഡ്രസ്സ് മാറ്റുണ്ടെങ്കിൽ നിങ്ങൾ റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കൊണ്ടുവേണ്ടി വരും. പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട. സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ വേണ്ടതെന്നുള്ള പ്രത്യേകം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് SSLC സർട്ടിഫിക്കറ്റോ CBSE സർട്ടിഫിക്കറ്റോ കിട്ടാത്തവർ എന്ത് ചെയ്താൽ മതി, അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം അനുവദിക്കുന്നതാണ്. പ്രവേശനത്തിനായി വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങൾക്ക് ആ റിസൾട്ടിൻ്റെ പേജ് ഉണ്ടല്ലോ, അതിൽ ഒന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ്. പിന്നെ ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രസ്തുത റിസൾട്ടിൻ്റെ സാധുത ഉറപ്പാക്കുന്ന, അതായത് പ്രിൻസിപ്പൾ മരിഞ്ഞ് വരെ ഇപ്പം കള്ള സർട്ടിഫിക്കറ്റാണ് കൊണ്ടുവന്ന് പ്രിൻസിപ്പളിന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചാൽ ആ സംഭവം റിസൾട്ട് ഒറിജിനലാണെന്ന് നോക്കാമല്ലോ. അത് പ്രിൻസിപ്പൾ ചെയ്തോളും. പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും അസൽ നിർബന്ധമായും ഹാജരാക്കിയിട്ടുണ്ടാവണം. അതിൽ നോ കോംപ്രമൈസ്. ഓക്കെ, TCയും CCയും ഒറിജിനൽ തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ജൂൺ 3 മുതൽ അഡ്മിഷൻ ആരംഭിക്കും. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഏതാണോ ഡേറ്റ് ടൈം കൊടുത്തുള്ളത് അത് ആ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, സ്കൂളിൽ ചെല്ലുക, രക്ഷിതാവിനോടൊപ്പം ചെല്ലുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ചെല്ലുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് സയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ വേണം. ട്യൂഷൻ എന്തായാലും എടുക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ ഇനി അഗ്നിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമായിട്ട് സയൻസ് ആണെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോയിട്ടുണ്ടാവണം. അഗ്നിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ടും റെക്കോർഡ് ക്ലാസ്സുകളും PYQ സൊല്യൂഷൻസും NCERT ക്വസ്റ്റ്യൻ സൊല്യൂഷൻസും മോഡൽ എക്സാംസും എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൊമേഴ്സ് ആണെങ്കിൽ ജോല ബാച്ചും ഉണ്ട്, സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, യാതൊരു കുറവുകളും ഉണ്ടാവില്ല. കൊമേഴ്സ് ആണെന്ന് കരുതി നമ്മൾ അവിടെ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. സയൻസിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ എവിടെയുണ്ട്, നമ്മുടെ കൊമേഴ്സിലും ജോല ബാച്ചിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ കിട്ടാത്തവർ നിരാശരാവേണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.